നിങ്ങൾ ഇവിടെ യൂറോപ്യൻസിന്റെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടോ അല്ലെ? യൂറോപ്യൻസ് അല്ലെങ്കിൽ UK നാഷണാലിറ്റീസ് ഒക്കെ അവരെ കുട്ടികള് വീക്കെൻഡ്സ് നിങ്ങൾ എന്താണ് എൻഗേജ്മെന്റ് ചോദിച്ചത്? വീക്കെൻഡ്സ് എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ സമ്മർ ടൈമിൽ എന്താണ് ചെയ്തത്? ഒട്ടുമിക്ക കുട്ടികളും എൻഗേജ് ആയി. കാരണം അവരെന്തെങ്കിലും സ്കില്ലിൽ പോകണം. അപ്പൊ പേരൻസ് ഒരു പ്ലാൻ ഉണ്ട്. എന്താണ് കുട്ടി 5ാം ക്ലാസ് എത്തുമ്പോൾ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ഭാഷ സംസാരിക്കണം, അത് കഴിഞ്ഞാൽ ഏതൊക്കെ സ്കില്ല് കിട്ടണം. സ്പോർട്സിലാണെങ്കിൽ എന്ത് ഓരോ സ്പോർട്സും ഒരു ടൈമിൽ സ്പോർട്സിനെ കോച്ചിങ്ങിനായിരിക്കും. ആ സ്കില്ല് കിട്ടാൻ പിന്നെ അത് കഴിഞ്ഞു അടുത്ത കോച്ചിങ്ങിനായിരിക്കും. റോബോട്ടിക്സ്, കോഡിങ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതേപോലെ തന്നെ ഡാറ്റാ സയൻസ്, ഇങ്ങനെയുള്ള ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സമ്മർ ക്യാമ്പുകൾ കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ എത്ര മക്കളെ സമ്മർ ക്യാമ്പിലേക്ക് ആക്കാറുണ്ടോ? നമ്മളെ സംബന്ധിച്ചോളം സമ്മർ ക്യാമ്പ് എന്നുള്ള കോൺസെപ്റ്റ് നാട്ടിലില്ല. നാട്ടിലുണ്ടോ സമ്മർ ക്യാമ്പില്ല? സമ്മർ ക്യാമ്പ് ഇപ്പൊ ഇങ്ങനെ ചെറിയ സ്കൂളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ദുബായ് ഉണ്ട്, അതേപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിലുണ്ട്. ഇത് മാത്രമല്ല ചില യൂണിവേഴ്സിറ്റികൾ, ചില ഇന്റർനാഷണൽ UK, അതേപോലെ തന്നെ കനേഡിയൻ സ്കൂളുകളൊക്കെ, ഇന്റർനാഷണൽ സ്കൂളുകളൊക്കെ സമ്മർ സമയത്ത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം നമ്മളെ 8ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 2 മാസം സമ്മർ വെക്കേഷന് എവിടെ പോവാണ്? UK പോവാണ്, കനഡയിൽ പോവാണ്. അവിടുത്തെ കുട്ടികളുമായിട്ട് സംവദിക്കാണ്. അവിടുത്തെ സ്കൂളിൽ 2 മാസം വിദ്യാഭ്യാസ സ്കില്ല് പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്യാണ്. തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? എക്സ്പോസർ കിട്ടുന്നു. ആ പ്രിപ്പറേഷൻ, അത് പ്രിപ്പറേഷന്റെ ഭാഗമാണ്, കരിയർ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്.